സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് മുതൽ കോട്ടയം വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് 3 ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു. ഇവിടങ്ങളിലെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ മരങ്ങൾ വീണ പലയിടങ്ങളിലും വൻ നാശനഷ്ടം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, തലസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിരാ തലസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിനുശേഷം അല്പം ശമിച്ചതിന് ശേഷം വീണ്ടും പലയിടത്തും മഴ വരുന്ന സാഹചര്യമാണ്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണ സാഹചര്യങ്ങളുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുന്നിലും മരങ്ങൾ ഇപ്പോൾ കടപുഴുകി വീണിട്ടുണ്ട്. അതിനെ നീക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നഗരസഭയുടെ നേതൃത്വത്തിലെല്ലാം ഈ മരങ്ങൾ മുറിച്ചു നീക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതേസമയം തന്നെ തിരുവനന്തപുരത്ത് പല മേഖലകളിലും, അതായത് ഈ തിരുവനന്തപുരം സിറ്റി നഗരഭാഗത്ത് തന്നെ പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ തന്നെ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പലയിടത്തും നേരത്തെ തന്നെ അതിൻ്റെ നടപടികൾ നടത്തി വന്നിരുന്നു. അതായത് രാജ്ഭവന്റെ മുന്നിലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ മരം കടപുഴുകി വീണു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നെയ്യാറ്റിങ്കര അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം വ്യാപക നാശനഷ്ടമുണ്ട്. ഒരു വീടിന് കേടുപാടുണ്ടായിട്ടുണ്ട്, പഞ്ചായത്ത് കെട്ടിടത്തിന് കേടുപാടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഒരു വിഭാഗത്തിന്റെ മേൽക്കൂരയ്ക്ക് ഭാഗികമായ തകരാറുകൾ സംഭവിച്ചിട്ടുള്ളതായും ലഭിക്കുന്നുണ്ട് വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പലപ്പോഴും വന്നിരിക്കുന്നുണ്ട്. ഏതായാലും മഴ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു മഴ ശാന്തമായിരിക്കുകയാണ്. പക്ഷേ ഇനി പെട്ടെന്നൊരു ഉണ്ടാകുന്ന മഴയാണ്. മഴ വരുന്നതോടെ തന്നെ ശക്തി പ്രാപിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് മൊത്തത്തിൽ നിലനിൽക്കുന്നത്. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും നഗര പ്രദേശങ്ങളിൽ വ്യാപകമായ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രം പറയുന്നു. അത് മഴ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പിന്നീട് അത് മാറുന്നുണ്ട്. പക്ഷേ ചില മേഖലകളിൽ, അത് ഈ ഉള്ളിലേക്കുള്ള റോഡുകളിലും ചില ജനവാസ മേഖലകളിലുമെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ലൈൻ കമ്പികൾ അടക്കം പൊട്ടി വീണാണ് ഈ മരങ്ങൾ വീഴുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട് പല സമയത്തും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രസ് ക്ലബ്ബ് റോഡിലാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് റോഡിൽ തന്നെ ഈ മരം കടപുഴുകി വീണതിന് പിന്നാലെ തന്നെ ഇവിടെ ലൈൻ കമ്പികൾക്കെല്ലാം കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പോസ്റ്റുകളിൽ നിന്നെല്ലാം ലൈൻ കമ്പികൾ പൊട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഇനി പഴയപടിയാക്കാനായി വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശുചീകരണ പ്രവർത്തനമാണ് ആദ്യം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റി ഒരു വശത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നാലെ തന്നെ ഈ ലൈൻ കമ്പികൾ തരപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ, ഇത് വൈദ്യുതി തിരിച്ച് പഴയപടിയാക്കാനായി തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇത് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ശക്തമായ മഴ ജില്ലയിൽ പ്രവചിച്ചിട്ടില്ലെങ്കിൽ പോലും യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത്. പക്ഷേ ഈ സാഹചര്യത്തിലും ഇടവിട്ട് മഴ വരുന്നത് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുന്നു എന്ന് തന്നെ ഈ തെളിവുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ഏതായാലും ശക്തമായ മഴ ഇനിയും തുടരും. തലസ്ഥാനത്ത് മഴയുണ്ടാകും. കേരളം മൊത്തം വ്യാപകമായ മഴ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ആ ഒരു സാഹചര്യത്തിൽ കാലവർഷം എത്തുന്നതിന് മുൻപുള്ള ശക്തി പ്രാപിക്കുന്ന ഒരു മഴ തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ കാറ്റുമുണ്ട്. തീരദേശ മേഖലകളിലെല്ലാം രാത്രി സഞ്ചാരങ്ങൾ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വ്യാപക നാശനഷ്ടം ഉണ്ടാകാനും അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആരും ആ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം തുടർന്ന് വ്യാപക നാശനഷ്ടവും അതോടൊപ്പം സംസ്ഥാനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഇന്ന് കളക്ടർമാരുടെ ഒരു യോഗം 12 മണിക്ക് ഉണ്ടാകും. ആ യോഗത്തിൽ പല നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാനതല ഓഫീസിൽ നിന്നാണ് ഈ യോഗം ഉണ്ടാകുന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് മഴക്കാലത്തിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെ നേരിടണം, എന്തൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ചർച്ചകളുണ്ടാവും. ചർച്ചകൾക്ക് ശേഷം ഇനി മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടും നടപടികളുമെല്ലാം. ഏതായാലും വ്യാപകമായ മഴ പലയിടത്തും റിപ്പോർട്ട് ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ കാര്യമായ നാശനഷ്ടവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതില വിഷ്ണു, പലയിടങ്ങളിലും നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്?
നേരത്തെ ഈ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതായത് ഈ ഭാഗത്തെല്ലാം ഓടകൾ ശുചീകരിക്കുന്ന കാര്യം, അതായത് ആമയഞ്ചൻ തോട് അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത് ശുചീകരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഈ മഴക്കെടുതി സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുക, ഇതൊന്നും കാര്യമായി നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. പക്ഷേ ഏതായാലും ഈ മരങ്ങൾ കടപുഴകി വീഴുന്നു, ഇപ്പോഴും ഒരു അപ്രതീക്ഷിതമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിലെല്ലാം അതിനുശേഷമുള്ള നടപടികൾ ക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ കാണുന്നുണ്ട്. ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാതല കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും ഇനിയിപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അതേസമയം തന്നെ ജില്ലാ കളക്ടറിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഇനി സ്വീകരിക്കേണ്ടതുണ്ട്. ഏതായാലും മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതിനാ ശരി, വിഷ്ണു കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലയിലെ നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? അതിര കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളും ജില്ലയിൽ തീവ്ര മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതായത് ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മൂലം ചിലയിടങ്ങളിൽ ഭാഗികമായ ഗതാഗത തടസ്സമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലത് വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കാലാവസ്ഥയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി ജില്ലാ ഭരണകൂടം ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബേപ്പിഞ്ചേരിയിലും മട്ടളായും വീരമലക്കുന്നിന്റെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുന്നിടിയുന്നതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നീങ്ങാൻ ഉള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർഗോഡിന്റെ മലയോര മേഖലകളിലും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിനോദസഞ്ചാര മേഖലകളിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാറികളിലും ചെങ്കൽ ക്വാറികളിലും ഇതുപോലെ 3 ദിവസത്തേക്ക് പണികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മറ്റ് സുരക്ഷിത പാതകൾ തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ അത് തിരഞ്ഞെടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുക തന്നെയാണ്. വിനോദസഞ്ചാര മേഖലകളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലെ വിനോദസഞ്ചാര മേഖലകളായ പൈതൽ മലയിലും റാണിപുരത്തും ഇതുപോലെ വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ആതിര. ശരി ജോസഫ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് മുതൽ കോട്ടയം വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് 3 ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു. ഇവിടങ്ങളിലെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ മരങ്ങൾ വീണ പലയിടങ്ങളിലും വൻ നാശനഷ്ടം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ ജഡ്ജിക്കെതിരെ കൈക്കൂലി ആരോപണം.